പാക് ഹൈക്കമ്മീഷന്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജനരോക്ഷം. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ നടത്തിയ ഇഫ്താർ വിരുന്നിലാണ് മണിശങ്കർ അയ്യർ പങ്കെടുത്തത്. നേരത്തെയും പാക് അനുകൂല പരാമർശങ്ങൾ നടത്തി മണിശങ്കർ അയ്യർ വിവാദത്തിലായിരുന്നു. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, നേരത്തെ അഭിമുഖത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെയും പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ പരസ്യമായി പറയുകയും അത്തരം പരാമർശങ്ങൾ വിട്ടിലാകുകയും ചെയ്ത ആളാണ് മണിശങ്കർ അയ്യർ. അതുകൊണ്ട് തന്നെ ഈ പാക് ഹൈക്കമ്മീഷനിലേക്ക് ഇഫ്താർ വിരുന്നിൽ പോയത് അത് സ്വാഭാവിക നടപടിയായി മാത്രം കാണാൻ കഴിയില്ലല്ലോ. ഗൗതം. ഉമേഷ്, എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും പാകിസ്ഥാനോട് അനുകൂലമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് മണിശങ്കർ അയ്യർ. നേരത്തെ തന്നെ ഇദ്ദേഹം പലതവണ പാകിസ്ഥാൻ അനുകൂലമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇന്നലെ രാത്രിയിലാണ് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഇഫ്താർ വിരുന്ന് നടന്നത്. ഇതൊരു ഇഫ്താർ, ഈ റംസാൻ മാസവുമായി ബന്ധപ്പെട്ടൊരു ഇഫ്താർ വിരുന്ന് എന്ന നിലയിൽ മാത്രമല്ല ഇതിനെ കാണേണ്ടത്, മറിച്ച് ഈ മാർച്ച് 23 എന്നത്, അതായത് മറ്റന്നാൾ പാകിസ്ഥാൻ നാഷണൽ ഡേ എന്ന നിലയിലാണ് ആചരിക്കാറുള്ളത്. അതിനാൽ പാകിസ്ഥാൻ നാഷണൽ ഡേയോട് അനുബന്ധിച്ച് നടന്നിട്ടുള്ള ഇഫ്താർ വിരുന്നിൽ കൂടിയാണ് ഈ മണിശങ്കർ അയ്യർ പങ്കെടുത്തത് എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപ് മണിശങ്കർ അയ്യർ നടത്തിയ മറ്റൊരു പ്രസ്താവന പാകിസ്ഥാനുമായി ഭാരതം നയതന്ത്ര ഡയലോഗുകൾ വീണ്ടും ആരംഭിക്കണം, നയതന്ത്ര ബന്ധം വീണ്ടും ആരംഭിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ച നേതാവാണ് മണിശങ്കർ അയ്യർ. മാത്രമല്ല, പാകിസ്ഥാനെ നമ്മൾ ബഹുമാനിക്കണമെന്നും പാകിസ്ഥാന്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, അതിനാൽ ഇന്ത്യ അവരോടൊരു തർക്കത്തിനോ അതല്ലെങ്കിൽ സംഘർഷത്തിന്റെ പാതയല്ല, മറിച്ച് ഒരു ഭയത്തിൻ്റെയോ അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുന്ന സമീപനം സ്വീകരിക്കണം. അത്രത്തോളം പാകിസ്ഥാൻ സ്നേഹം തുളുമ്പുന്ന ഒരു വ്യക്തിയാണ് മണിശങ്കർ അയ്യർ എന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ ഡൽഹിയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത്. അങ്ങനെ തുടർച്ചയായി വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന, നിഴൽ പോലെ വിവാദത്തെ കൊണ്ട് നടക്കുന്ന ഒരു നേതാവാണ് മണിശങ്കർ അയ്യർ. ഇദ്ദേഹമാണിപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ കൂടി പോയി പങ്കെടുത്ത് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഉമേഷ്. ഗൗതം, സോഷ്യൽ മീഡിയയിൽ ചില ഹാൻഡിലുകളൊക്കെ ചോദിക്കുന്നത്, നാഗ്പൂരിൽ വ്യാജ പ്രചാരണം നടത്തി കലാപം അഴിച്ചുവിട്ടതിനെപ്പറ്റി ഒരു അക്ഷരം കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ല, എന്നാൽ രാജ്യ തലസ്ഥാനത്ത് സംഘടിപ്പിച്ച മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലുമൊപ്പം പാക് എംബസിയൊക്കെ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലുമൊക്കെ യഥേഷ്ടം പങ്കെടുക്കുന്നു. എന്നാൽ ഇത്തരം കലാപങ്ങളെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. മാത്രമല്ല, കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നു. എന്നാൽ മറുഭാഗത്ത് ഇത്തരം മതന്യൂനപക്ഷങ്ങളുടെ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് അത്തരം സനാതന ധർമ്മങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവാചാരങ്ങളെ അവഹേളിക്കുകയും ചെയ്യുന്ന നടപടി കോൺഗ്രസ് തുടർക്കഥയാക്കുന്നു എന്ന തരത്തിലാണ് പ്രത്യേകിച്ച് എക്സ് ഹാൻഡിലുകളിലൊക്കെ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ വലിയ പ്രചാരണം നടക്കുന്നത്. ഉമേഷ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സമ്മേളനമാണ് കുംഭമേള. പ്രത്യേകിച്ച് ഈ കടന്നുപോയ കുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതും കുംഭമേളയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസഞ്ചയം എത്തിയ, പുരുഷാരം എത്തിയ ഒരു കുംഭമേളയാണ് പ്രയാഗ്രാജിൽ ഉത്തർപ്രദേശിൽ യോഗി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. അതിനെതിരെ പോലും വലിയ വിമർശനം ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ, അദ്ദേഹം രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്, കൂടാതെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനാണ്. ആ പദവിയിലിരിക്കുന്ന വ്യക്തി പോലും കുംഭമേളയിൽ നടക്കുന്ന സ്നാനത്തെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ കുംഭമേളയ്ക്ക് പോകുന്ന ഹിന്ദു വിശ്വാസികളെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രതികരണമാണ് മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയത്. അതേ ആളുകൾ തന്നെ ഇപ്പോൾ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാൻ ഓടി നടക്കുകയാണ് എന്നതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം എന്നുള്ളത്. മാത്രമല്ല, മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നുണ്ട്. തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഇഫ്താർ വിരുന്നിൽ കോൺഗ്രസ് നേതാക്കൾ പോകുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പോലെ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധമായ നീക്കങ്ങൾ നടത്തുകയും നമ്മൾ നിലവിൽ നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം. കാരണം പലതവണ സമാധാനത്തിന് നമ്മൾ ശ്രമിക്കുകയും സമാധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് കാർഗിൽ ഉൾപ്പെടെ യുദ്ധം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം. ആ രാജ്യവുമായി ആശയവിനിമയം നടത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സമാധാന ചർച്ച നടത്തുന്നത് കൊണ്ടോ കാര്യമില്ല എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതം നയതന്ത്രപരമായുള്ള പാകിസ്ഥാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചത്. എന്നാൽ അതുൾപ്പെടെ പുനരാരംഭിക്കണമെന്നും പാകിസ്ഥാന്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, അതിനാൽ അവരെ ബഹുമാനിക്കണമെന്ന് ഇന്ത്യൻ സൈന്യത്തോട് പറയുകയും ഒക്കെ ചെയ്ത പാരമ്പര്യമാണ് കോൺഗ്രസിനും അതിൻ്റെ മുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർക്കുമുള്ളത്. അതിനാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിൽ വലിയ അത്ഭുതമില്ല. എങ്കിൽ പോലും സോഷ്യൽ മീഡിയയ്ക്കകത്തെങ്കിലും ഇപ്പോൾ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്നുണ്ട്. ഉമേഷ്.